ഫിർഔൻ പറഞ്ഞു, ഇസ്രായേൽ മക്കൾ വിശ്വസിച്ച അല്ലാഹു അല്ലാതെ വേറെ ദൈവമില്ലെന്ന് ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ഇപ്പോഴാണോ നീ വിശ്വസിച്ചിരിക്കുന്നത്? ഇതുവരെയും നീ ധിക്കരിച്ച് ജീവിക്കുകയല്ലേ. നീ കുഴപ്പക്കാരിൽപ്പെട്ടവനായിരുന്നു. നിന്റെ ശേഷക്കാർക്കൊരു പാഠമായിരിക്കാൻ വേണ്ടി ഇന്ന് നിന്റെ ജഡത്തെ നാം രക്ഷപ്പെടുത്തും. ഈ വിശുദ്ധ ഗ്രന്ഥം ഏറ്റവും നേരായ വഴി കാണിച്ചു തരുന്നു. സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്ന സത്യവിശ്വാസികൾക്ക് അതിമഹത്തായ പ്രതിഫലമുണ്ടെന്ന് അത് ശുഭവാർത്ത നൽകുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഈ നാടകം സഹൃദയ സമക്ഷം കാഴ്ചവെക്കുകയാണ്. ഞങ്ങൾക്ക് പറയാനുള്ളത് നാടകത്തിലൂടെ പറയാൻ ശ്രമിക്കുന്നു. അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും പ്രേക്ഷക മനസ്സുകൾക്ക് നന്മയുടെ എന്തെങ്കിലും ഉൾവിളിയുണ്ടായാൽ ഞങ്ങൾ ധന്യരായി. നാടകരചനയിൽ നവാഗത പ്രതിഭയായ ആദിത്യൻ ഗാദിക്കോട് രചിച്ച് രാജൻ ഗോതങ്ക് സംവിധാനം ചെയ്തിരിക്കുന്നു. ഹാജിയായുടെ കണക്ക് പുസ്തകം ദൈവത്തിന്റെ 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 അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അല്ലാ أشهد أن محمدًا رسول الله أشهد أن محمدًا رسول الله എന്താണ്ടാ വിളിച്ചത്? എനിക്കൊന്ന് പതുക്കെ വിളിച്ചൂടെ? വിളിച്ചിട്ട് ആചാര്യ കേട്ടില്ല. ഇന്നാളെ പതുക്കനെ വിളിക്കുന്നു. കണക്കൂക്കും തുറന്ന് കണക്കൂട്ടാൻ കുത്തിരുന്നാല് ചെയ്യാമെന്നാളോ എന്നാലും ആചാര്യ അറിയൂല. നമ്മള് കണക്കെഴുതായിരിക്കുമ്പോ ഇവിടെ 10,000 നാട്ടിലാണ് ചെയ്ത്താനെ. ഇങ്ങനെ കണക്കും കൂട്ടി കൂട്ടി ഇവിടെ കുത്തിരുന്ന ആചാര്യ ഇന്നല്ലേ മഹലിന്റെ പൊതുയോഗം. അതെ, അതിന് നിങ്ങൾ പോണില്ലേ? നേരാ നമ്മള് പോവും. എന്നാലേ നിങ്ങൾ പോണ്ട. മരണം വരേക്കും പ്രസിഡന്റാണോ നിങ്ങളെ പൂതി ഇഞ്ഞ നടക്കൂല. കുറെ ചെറുപ്പക്കാരോടിട്ട് നിങ്ങളെ പ്രസിഡന്റ് പിടിവാശികളാണ്. അതാരണ്ടപ്പാ 40 കൊല്ലായിട്ട് നമ്മളാണ് പ്രസിഡന്റ്. അതിനൊരു മാറ്റം വരണമെങ്കിലേ ഇസ്മായിലായി മരിക്കണം. അത് തന്നെ എന്ത് നമ്മൾ മരിക്കുമെന്ന അല്ല ആചാര്യ. അവോക്കർ കേട്ടത് പറഞ്ഞു. ഇന്നലെ മഗ്‌രിബ് കഴിഞ്ഞപ്പോ പള്ളിയിൽ ഒരു കുശു പൂമുഖത്ത്
ഒളിച്ചിരുന്ന് നാട്ടുകാർ ഇവിടെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ അബൂബക്കറിന് കിടന്നാൽ ഉറക്കം വരൂല. ആ പുതിയ കത്തി വന്നിപ്പോ കാര്യങ്ങൾ കുറച്ച് മാറ്റുണ്ടായിട്ടില്ല അബൂബക്കറെ. അത് തന്നെ അത് തന്നെ. എന്നാലും ഞാൻ ഈ നാട്ടുകാർക്ക് എന്ത് ദ്രോഹം ചെയ്തു? നിങ്ങൾ നിസ്കരിക്കൂല, കത്തും കൊടുക്കൂല. എല്ലാ കൊല്ലം റംസാനാവുമ്പോ ചികിത്സയുടെ പേരും പറഞ്ഞ് 30 ആസ്പത്രിയിൽ പോയി കിടക്കും. അബൂബക്കറിന് ഒരു സംശയം, നിങ്ങളെ മക്കൾ തന്നെയാണ് ഹജ്ജ് ചെയ്തത്. അബൂബക്കറെ പോരാത്തതിന് നാട്ടുകാർ നിങ്ങൾക്ക് ഒരു ഓമന പേര് വിട്ടിട്ടുണ്ട്, ഇൻട്രസ്റ്റ് ആക്കിയിരുന്നു. ഇതൊന്നും അബൂബക്കർ പറയണതല്ല, ഈ നാട്ടുകാർ പറയണ. നീ ഇങ്ങോട്ട് പറഞ്ഞാ അബൂബക്കറെ, ഇത് പറഞ്ഞേടേ എന്തായി സംഗതി കാര്യത്തിനാണ്, പക്ഷെ നിനക്ക് കാര്യമില്ല. അത് തന്നെ അത് തന്നെ. എന്നാലേ എന്റെ മുഖത്ത് നോക്കി നിനക്ക് ഇൻട്രസ്റ്റ് ആക്കിന്ന് വിളിക്കാൻ തോന്നിയില്ല. ആ വിളി നിങ്ങൾക്ക് ഇഷ്ടമെന്ന് നമുക്ക് അറിയാൻ ചേരെ. സംഗതി അർത്ഥം എന്തായാലും ഇംഗ്ലീഷിലുള്ള ഒരു പേരല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ക്ഷമിച്ചതാണ്. എന്നാലേ ആ പേരുള്ള അബൂബക്കറല്ല, ഈ നാട്ടുകാരും അല്ല, നിങ്ങളെ പൊന്നാര മോനാ. ആരി സുലൈമാനാ? സുലൈമോനല്ല, മേശി, റഷീദ് മേശി. അവൻ പുത്തൻ പ്രസ്ഥാനക്കാരുടെ കൂടെ കൂടി തല തിരിഞ്ഞു പോയില്ലേ? എല്ലാ മച്ചിങ്ങ മലർന്ന് തേങ്ങാവൂല വെക്കറേ, ചിലത് പോലെ തിങ്ങി താഴെ വീഴും. അത് തന്നെ അത് തന്നെ. വാലൈക്കും അസ്സലാം. ഇരിക്കി, നിങ്ങൾ കുത്തിയിരിക്കി. എന്താ വിശേഷിച്ച്? ഇന്നല്ലേ മഹലിന്റെ പൊതുയോഗം. നാട്ടുകാരിൽ ചിലർക്കൊക്കെ ചില പുതിയ തീരുമാനങ്ങളൊക്കെ ഉണ്ട്. ഓ, എന്റെ പയ്യത്തിർക്ക് വന്നില്ലേ? നമ്മൾ അറിഞ്ഞ മാസേ. അതൊക്കെ എപ്പോഴേ അറിഞ്ഞ്. വട്ടൻചവിട്ടിപ്പറമ്പിൽ ഇസ്മായിലാജി എന്ന് പറഞ്ഞാൽ ആരാ മോൻ? ആചാര്യ, നിങ്ങൾ ദേഷ്യപ്പെടണ്ട. സെക്രട്ടറി എന്നോട് എല്ലാം തുറന്നു പറഞ്ഞിട്ടുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞ് നിങ്ങൾ പള്ളി കമ്മിറ്റിന്റെ അടുത്ത കാശ് ഇന്ന് തന്നെ തിരിച്ചു കൊടുക്കണം. എന്ത്? പള്ളി കമ്മിറ്റി ലോൺ കൊടുക്കണ്ട? അതിന് സാഹിബ്, നിങ്ങൾ ഏത് കാശിന്റെ അരിഞ്ഞ് പറയണേ? ആദിക്ക, മൗലവി എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത്. നിങ്ങൾ കമ്മിറ്റിന്ന് കടമെടുത്ത 1 ലക്ഷം രൂപയുടെ കാര്യമാണ് പറയുന്നത്. ഓ, അപ്പളേ ഞമ്മള് പ്രസിഡന്റ് ആയിട്ട് കൊല്ലം 40 കഴിഞ്ഞ് ഇന്നുവരെ എന്റെ ശമ്പളം നമ്മൾ ചോദിച്ചിട്ടില്ല. പിന്നെ തിരിച്ച കാശിന്റെ കണക്ക് അത് നമ്മൾ കുറച്ച് കടായിട്ട് എടുത്തിണ്ടാവും. നമ്മളെ കിട്ടുമ്പോ തിരിച്ചു കൊടുക്കുകയും ചെയ്യും. അല്ല പിന്നെ ആചാര്യ നേരം നിറയുള്ളവരാന്ന് ഈ നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാല. തഞ്ചൗട്ടിപ്പറമ്പിൽ ഇസ്മായിലാജി എന്ന് പറഞ്ഞാൽ ആരാ മോൻ? ആരാ? ഞാനല്ല. അപ്പളേ ഇസ്മായിലാജി പ്രസിഡന്റ് ആണെങ്കിൽ ഈ നിക്കണ മമ്മാലി മാസി സിക്രി, അതാണ് ഇവിടുത്തെ പതിവ്. കാശിന്റെ അരി ഞങ്ങൾ നോക്കി കളത്തീവേ. ആ പതിവിനൊന്നൊരു മാറ്റം വരും ആജിക്ക. കാശിന്റെ കണക്കൊക്കെ ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഓ, പെട്ടെന്ന് 1 ലക്ഷം രൂപ എടുക്കാൻ പറഞ്ഞെടുക്കാൻ നമ്മൾ വല്ല മഹല്ല് കമ്മിറ്റിന് കാശെടുത്ത് നിങ്ങൾ പലിശക്ക് കൊടുക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. നിങ്ങളോട് ചോദിച്ചപ്പോഴൊന്നും അതിന് വ്യക്തമായ ഒരു മറുപടി കിട്ടിയിട്ടുമില്ല. ആ കാശ് ഇന്നെ നൽകുന്ന നിങ്ങൾക്ക് നല്ലത്. ഓ, അല്ലെ പുത്തൻ പ്രസ്ഥാനക്കാരെല്ലാവരും നമ്മളവിടെ ഒരിക്കും. അല്ല, അന്യ നാട്ടിൽ നിന്ന് നിങ്ങൾക്ക് പിള്ളേരെ ഒത്തോടിപ്പിച്ചും പള്ളിയിലെ കാര്യമൊക്കെ നോക്കി അറിഞ്ഞാ പോരെ? ഈ നാട്ടുകാരെ നക്കണ റസൂല് വിചാരിച്ചിട്ട് നടക്കാത്ത കാര്യത്തിന് ഇപ്പൊ കുറെ മതമൗലികവാദികൾ ഇറങ്ങിയിരിക്കുന്നത്. ഇവിടെ ഇതിന് മുമ്പ് ഹത്യന്മാരുണ്ടായിട്ടുണ്ട്. അവരൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിച്ച് പോയിട്ടുണ്ട്. ഇല്ല ആചാര്യ, പറഞ്ഞു കൊടുക്കാം ആചാര്യ. മൗലവിയാവണമെന്നില്ല അബൂബക്കർ. ഇനി അപ്പളേ പ്രസംഗം കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മള് പള്ളിയിലേക്ക് വരാം. നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കല്ലേ? നിങ്ങൾ ആ കാശുണ്ടെന്നൊക്കെ ഞങ്ങൾ പൊക്കോളാം. ഓ, ഇപ്പൊ തന്നെ വേണോ? വേണം. ഭരണം വീഴുമ്പോൾ കാശിന്റെ കണക്ക് തീർത്ത് ഇറങ്ങിപ്പോരണം. കാശ് നമ്മൾ എന്നേക്കാം മാസേ. പിന്നെ പുതിയ ആളുകൾക്ക് കമ്മിറ്റിയിൽ ആളാണെങ്കിൽ നമ്മൾ ഒഴിഞ്ഞും കൊടുക്കാം. സുലൈമാനെ, സുലൈമാനെ. അസ്സലാമലൈക്കും. വലൈക്കും സ്സലാം. ഇപ്പൊ വന്നു. നിങ്ങൾ സംസാരിക്കും. അപ്പളേ നമ്മൾ പലർക്കും കടം കൊടുക്കാറുണ്ട്. ലാഭം കിട്ടാൻ വേണ്ടിയിട്ടാണല്ലോ കടം മേടിച്ച് കച്ചവടം ചെയ്യേണ്ടത്. അതിന്റെ ഒരു ലാഭം നമ്മൾ എടുക്കാറുമുണ്ട്. കടം കൊടുക്കുമ്പോൾ തന്നെ നിശ്ചിത ശതമാനം ലാഭം വേണമെന്നുള്ളത് കച്ചവടത്തിന്റെ ലാഭമല്ല ആചാര്യ. അതിന്റെ പേര് പലിശ എന്നാണ്. കച്ചവടത്തിൽ നഷ്ടം വന്ന ആ മായൻകുട്ടിയുടെ വീടും പറമ്പും പിടിച്ചെടുത്ത് നിങ്ങൾ ചെയ്ത തെറ്റല്ലേ? കൂട്ടുകച്ചവടത്തിന്റെ രീതിയായിരുന്നെങ്കിൽ നഷ്ടം വന്നാൽ സഹിക്കണമായിരുന്നു. അത് തന്നെ അത് തന്നെ ആചാര്യ പറഞ്ഞത്. അപ്പളേ നിങ്ങൾക്ക് കച്ചവടം എന്താ ചെയ്യൂല. പിന്നെ നാം ഇവർ കച്ചവടം തുടങ്ങിയിട്ട് ഇന്ന് വരെ ഒരു മൊയിലിയും നമ്മൾ ഉപദേശിക്കാൻ ധൈര്യപ്പെട്ടിട്ടുമില്ല. അല്ലെങ്കിൽ തന്നെ ഇതെന്തും മൗലവി ആചാര്യ. താടില്ല, തലക്കെട്ടില്ല,
ഹാജരെ പോലുള്ളവരെ ബഹുമാനിക്കണില്ല. കുറെ ചെറുപ്പക്കാരാണ് കൂട്ടുകാരി. അപ്പോഴേ നിങ്ങൾ ഹാജിയാരും കാര്യത്തിനും കൂടിയാണ് സംസാരിക്കും. ഞങ്ങൾ ഇറങ്ങട്ടെ. ആമിന് എടി ആമിന് വന്നേക്കണ്ടി നമ്മളെ മേസ്റ്ററി നമ്മളെ മോനാടനാക്കുന്ന ആളാണെങ്കി വല്ലാണ്ട് മെരിഞ്ഞു പോയിടിയേ. അല്ല മോനെ ഇപ്പൊ എങ്ങനെ നാട് നന്നായ? പരിഹസിക്കരുത് പാപ്പ. നിങ്ങളോടുള്ള ഗുണകാംക്ഷ കൊണ്ടാണ് ഓരോന്ന് കാണുമ്പോൾ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. നിങ്ങൾ പഴയ പിടിവാശി തന്നെയാണെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അവളെ ഞമ്മക്ക് പോയിട്ട് കുറച്ച് പണിയുണ്ട്. നിന്റെ പ്രസംഗം കേട്ടിക്കാൻ ശാമില്ല. സുലൈമോനെ എങ്ങട് പോണിത്താ രക്തമില്ലാതെ മോനെ റഷീദ മോൻ എങ്ങട് നോക്ക്. ഇതാണ് ബാപ്പാടെ പൊന്നാര മോൻ സുലൈമോൻ. ബാപ്പ തുണിയെടുക്കണ്ടെന്ന് പറഞ്ഞാൽ സുലൈമോൻ തുണിയെടുക്കൂല. അതാണ് അനുസരണം. ബാപ്പ ഞാൻ തുണിക്കച്ചവടം ചെയ്തു, നഷ്ടം വന്നു. ബാപ്പ പറഞ്ഞ് നിർത്തി. പലർ കച്ചവടം ചെയ്തു, നഷ്ടം വന്നു. ബാപ്പ പറഞ്ഞ് നിർത്തി. ഹോട്ടൽ തുടങ്ങി, നഷ്ടം വന്നു. ബാപ്പ പറഞ്ഞ് നിർത്തി. അല്ലോ പിണങ്ങിയ സുലൈമോനെ പൊന്നിടുമ്പേ പിണങ്ങല്ലടാ. ഹോട്ടൽ എങ്ങനെ നഷ്ടം വന്നത് ആ കഥ ഒന്ന് പറമോനെ. അവര് മറന്നു പോയടാ. ഞായറാഴ്ച കട മുടക്കണം, തിങ്കളാഴ്ച കച്ചവടം കുറവും, ചൊവ്വാഴ്ച പുതിയ കച്ചവടം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. പിന്നെ ബുധനാഴ്ച കച്ചവടം ഇല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാലോ. ഒടുക്കറ്റ ബുധനാഴ്ച. അല്ലിക്ക ഇപ്പോഴത്തെ കച്ചവടം എങ്ങനെയുണ്ട്? നഷ്ടം വരുമോ? ഇപ്പൊ ബാപ്പ പറയും ഇത്ര കാശ് ഇന്നാക്ക് കൊടുക്കാൻ, ഞാനത് പോയി കൊടുക്കും. പിന്നെ പിരിവിനും പോകും. കണക്കൊക്കെ ബാപ്പ എഴുതി തരും. ബാപ്പയുടെ കണക്ക് തെറ്റൂല. തെറ്റുമിക്ക തെറ്റും. ബാപ്പയുടെ കണക്കും തെറ്റും. എല്ലാ കണക്കും രേഖപ്പെടുത്തി വെക്കുന്ന ഒരാളുണ്ട്. എല്ലാ കണക്കുകൾക്ക് ഉത്തരം പറയേണ്ട ഒരു നാൾ വരാനിരിക്കുന്നു. നമ്മുടെ കണക്കുകൂട്ടെല്ലാം തെറ്റായിരുന്നെന്ന് അന്ന് ബോധ്യം വരും. നീ പറയണമെന്നും എനിക്ക് മനസ്സിലാവണില്ല റഷീദെ. ബാപ്പ എന്നോട് കാര്യങ്ങൾ പറയും, ഞാനതനുസരിക്കും. അതിനപ്പുറം എനിക്കൊന്നും അറിയാൻ വേണ്ട. ബാപ്പയുടെ ബിസിനസ് ഹലാലായ ബിസിനസ് അല്ല. പലിശ തിന്നുന്നവൻ അന്ത്യനാളിൽ പിശാച് ബാധ ഏറ്റവരെ പോലെ എഴുന്നേൽക്കുക എന്ന ഖുർആൻ വാക്യൊക്കെ കേട്ടിട്ടില്ലേ? ഒരു മുസൽമാന്റെ ആഹാരവും വസ്ത്രവും മറ്റെല്ലാം ഹലാലായിരിക്കുന്നതൊക്കെ പഠിച്ചിട്ടില്ലേ? എന്നാലും ബാപ്പയല്ലേ റഷീദെ പറയണത്? മാതാപിതാക്കൾ അനുസരിക്കണം, ബഹുമാനിക്കണം. പക്ഷേ അവരുടെ കൽപ്പന അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരാണെങ്കിൽ അവരെക്കാൾ അനുസരിക്കേണ്ടതില്ല. നീ ഇങ്ങനെ ബാപ്പാനെ തിരുത്തടക്കണതില് ബാപ്പാക്ക് വല്ലാത്ത വിഷമുണ്ട് റഷീദെ. നേര് പറയാല, നീ സുബൈദാനെ കെട്ടിയതില് ബാപ്പ വല്ലാണ്ട് വിഷമിച്ചു. നീ 50,000 മോളെ കെട്ടണമെന്നായിരുന്നു ബാപ്പാട് ഇഷ്ടം. 50,000 മോളെ കെട്ടിയായിരുന്നെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനവും സ്വർണവും കിട്ടുമായിരുന്നു. അതും പലിശ കൊടുക്കാമായിരുന്നു. അല്ല, ബാപ്പ പറഞ്ഞ പണക്കാരി പെണ്ണ് കെട്ടിയ ഇറ്റടി തിന്നെന്താ?